എന്തു ചേട്ടാ വീട് ആദ്യമായിട്ടാണോ കാണുന്നേ? നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയത്? എന്തു പറ്റി? ഞാൻ ചായ എടുക്കട്ടെ? ഇനിയിപ്പോൾ സമാധാനമായല്ലോ, റിട്ടയർമെന്റ് ജീവിതം അടിച്ചു പൊളിക്കാം. വല്ലാത്ത വിഷമം വരുന്നേ. എന്തിന്? 32 വർഷമായിട്ട് ഞാൻ ഗവൺമെൻറ് ജോലി ചെയ്യുക. ഇന്ന് പെൻഷനായി. കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം തന്നെ നിന്നെ ഞാൻ എൻ്റെ സ്വാധീനം കൊണ്ട് ജോലിക്ക് കയറ്റി. ഞാൻ പരീക്ഷ എഴുതിയായിരുന്നു. പരീക്ഷ എഴുതിയാലും ഒരു സ്വാധീനം ഇല്ലാതെ ഗവൺമെൻറ് ജോലി കിട്ടത്തില്ലല്ലോ. അതുപോലെ തന്നെ ഇത്രയും നാളെ നീ എൻ്റെ കീഴുദ്യോഗസ്ഥയായിട്ടാണ് ജോലി ചെയ്തത്. ഇനിയിപ്പോൾ ഞാൻ പെൻഷൻ പറ്റിയ സ്ഥിതിക്ക് നീ ആയിരിക്കും മേലുദ്യോഗസ്ഥ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ ഓഫീസിൽ നിന്നത് അതേപോലെ വേണം നിൻ്റെ സ്റ്റാഫുകളുടെ അടുത്ത് നീ നിൽക്കാൻ, വളരെ സൗമ്യതയോടെ കൂടെ. എന്നെ സഹായിക്കാനും എൻ്റെ കൂടെ നിൽക്കാനും ചേട്ടനുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പിന്നെ അറിയാമല്ലോ, ഓഫീസിൽ വെച്ച് നമ്മൾ തമ്മിൽ പല രീതിയിലുള്ള വഴക്കുകളുണ്ടായിട്ടുണ്ട്. നിന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, നിന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ടാണ്. പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാനത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിനക്കറിയാമല്ലോ. അച്ഛാ അച്ഛാ ആ ഒന്നല്ല, മക്കളുമാർ രണ്ടും എന്താ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വരാഞ്ഞേ? അച്ഛാ ഫംഗ്ഷൻ വരാൻ പറ്റില്ല, കുറച്ച് ബിസിനസ് കാര്യങ്ങളായിട്ട് ഇരുന്ന് പോയി. നീയോ? ഞാൻ ബിസിനസ്സിൻ്റെ ആളെ വിളിച്ച് സംസാരിക്കുമായിരുന്നു ഫോണിൽ, അതാ വരാൻ പറ്റുന്നത്. ഓ, രണ്ടുപേരും ബിസിനസ്സിലെ എൻ്റെ 2 മക്കളും ബിസിനസ്സിലോട്ട് കോൺസെൻട്രേഷനായി. ഇപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങാനാടാ നിനക്ക്? തേങ്ങ കച്ചവടം. തെങ്കാശിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നിട്ട് വിൽക്കാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. നല്ല ബിസിനസ് അച്ഛാ. തേങ്ങ നല്ലതാ, ബിസിനസ് നല്ലതാ. പക്ഷെ നീ തുടങ്ങി എങ്ങനെ വിജയിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. വിജയിക്കും അച്ഛാ. കൊപ്ര, തൊണ്ട്, ചിരട്ട, തെങ്ങിൻ തൈ എല്ലാം നല്ല. അതിന് സ്ഥലമൊക്കെ വേണ്ടേ? പെരപ്പുറത്തല്ലേ അമ്മ സ്ഥലം കിടക്കുന്നത്, അവിടെ കൊണ്ടുവച്ചാ പോലെ കിളിച്ചിറങ്ങും. പെരപ്പുറത്തോ? വേര് താപ്പോട്ട് ഇറങ്ങത്തില്ലയോ? നീ ഉണ്ടായി മണ്ടൻ ഐഡിയ ഒക്കെ ചെറുക്കാൻ പറയുന്നത്. നിന്റെ ഓടി അച്ഛാ ഞാനൊരു ഓൺലൈൻ സാരിയുടെ ബിസിനസ് തുടങ്ങാൻ പോവായിരുന്നേ. ആ, അതാകുമ്പോൾ നല്ല വെറൈറ്റി. ഇപ്പം കാണാത്തൊരു ബിസിനസ്സാണ് സാരിയുടെ. അച്ഛാ അതിപ്പോൾ കണ്ണി കണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു 150 രൂപയുടെ സാരി മേടിച്ചാൽ 2000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പം ലാഭം കിട്ടുമല്ലോ. മോളെ ഇപ്പൊ സാരി മാത്രം വിറ്റാൽ ശരിയാവത്തില്ലല്ലോ. അതിന് പാക്കിംഗ് ഉണ്ട്, പിന്നെ ബില്ലും ഒക്കെ ഉണ്ട്, പിന്നെ വീഡിയോ ഉണ്ട്, ഫോട്ടോ ഉണ്ട്. അതൊക്കെ എടുക്കണ്ടേ? പ്രൊമോഷൻ നടത്തണ്ടേ? അമ്മ ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്ത് തന്നോളൂ. എന്തായാലും എൻ്റെ പെൻഷൻ കാശ് കണ്ടുകൊണ്ടേ നിങ്ങൾ രണ്ടുപേരും ബിസിനസ് ചെയ്യാൻ നിൽക്കണ്ട കേട്ടല്ലോ. പക്ഷേ വെറുതെ എങ്കിലും കുറച്ച് കാശ് അച്ഛാ. വെറുതെ കാശ് തരാൻ നിന്റെ ഒന്നും പറയുന്നില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ, മനസ്സിലായോ? 32 വർഷം ഗവൺമെൻറ് കിടന്ന് വല്ലവൻ്റെയും ആട്ടും തുപ്പും കേട്ട് ഉണ്ടായി. അങ്ങനെ നിങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കുക, എന്നാലേ പൈസയുടെ വില അറിയും. മക്കളെ, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. അച്ഛൻ്റെ പൈസ വെറുതെ കളയണ്ട. അതുകൊണ്ട് അച്ഛൻ ഈ കിട്ടിയ പൈസ മൊത്തം അമ്മയുടെ പേര് ഫിക്സ്ഡ് ഇടാൻ പോവാ. അതിന് വലിച്ചാൽ മതി. നിന്റെ പേര് ഫിക്സ്ഡ് ഇടാൻ നീ വല്ല ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നെ? ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട പൈസയാണ്. നിന്റെ പൈസയെ കറക്റ്റ് ചിട്ടിക്കും പാട്ടത്തിനൊക്കെ കൊടുത്ത് നിന്റെ അക്കൗണ്ടിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ടോ? അതേപോലെ എനിക്കും പല പ്ലാനുകളുണ്ട്. എന്ത് പ്ലാൻ? സാർ, പ്ലാനുകൾ ഒരുപാടുണ്ട്. പക്ഷേ സാറിൻ്റെ ഏജിന് പറ്റിയ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്തോ? സാറിന് ഇപ്പോൾ കിട്ടിയ പെൻഷൻ തുക സാർ ഇപ്പം 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ സാറിന് കിട്ടാൻ പോകുന്നത് 5 കോടി രൂപയാണ്. 5 കോടി. 5 കോടിയോ? സാറേ, ലോകത്തുള്ള ഒരു കമ്പനിയും ഇങ്ങനൊരു ഇൻഷുറൻസ് ഇതുവരെ ഇറക്കിയിട്ടില്ല. ആദ്യമായിട്ട് ഇറക്കുന്നത് ഈ ഞങ്ങളാ. 5 കോടിയോ? 5 കോടി. നമ്മൾ എന്തോ ചെയ്യാനാ? അയാളുടെ മാവിലെ മാങ്ങ, അതുകൊണ്ട് അയാളെ ചമ്മന്തി ഉണ്ടാക്കണം. നമ്മൾ നോക്കി വെള്ളം ആക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇനി വല്ല മാങ്ങാണ്ടി വല്ലതും വീഴുവാണെങ്കിൽ അത് തൈയൊക്കെ നമുക്ക് മറിച്ച് വെക്കും. അതേ ഉള്ള നിവർത്തി. ഇതിപ്പോൾ ഈ 5 കോടി എന്ന് പറയുന്നത് എനിക്ക് തന്നെ കിട്ടത്തില്ലേ? സംശയം എന്താ? സാറിന് തന്നെ കിട്ടും. അഥവാ ഈ 5 വർഷത്തിനുള്ളിൽ സാറ് മരിച്ചു പോയാൽ സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഈ തുക സാറിൻ്റെ ഫാമിലിക്ക് തന്നെ കിട്ടും. ഫാമിലിക്കോ? ചത്ത പൈസ മൊത്തത്തിൽ കിട്ടുമോ? എങ്ങനെ ചത്താ കിട്ടും? വിഷം കഴിച്ച് മരിച്ചാലോ? ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചാലോ? തൂങ്ങി ചത്താലോ? അതൊന്നും അറിയത്തില്ല. എങ്ങനെ മരിച്ചാലും നിങ്ങൾക്ക് തന്നെ കിട്ടും. എപ്പോൾ കിട്ടും? എന്ത് ബോഡിയോ? ബോഡി ആർക്ക് വേണം? കിട്ടും. അത് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ മുറക്കെ കിട്ടിക്കോളും. എനിക്ക് ഇത് മതി, ഈ പോളിസി മതി. എടി പെങ്കൊച്ചേ, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എൻ്റെ കാശ് എനിക്ക് തന്നെ കിട്ടണ്ടേ? അല്ല സാറേ, ഫാമിലി അല്ലേ വലുത്, അപ്പോൾ അവർക്ക് കിട്ടുന്നതല്ലേ നല്ലത്. ഫാമിലിയൊക്കെയാണ് വലുത്. പക്ഷേ ഈ ഫാമിലി ആയതുകൊണ്ട് എനിക്ക് പേടി. ഞാൻ ചത്തിട്ട് കാശ് അവർക്ക് കിട്ടിട്ട് എന്ത് കാര്യം? എനിക്കെന്തെങ്കിലും പറയാനേ വേണ്ടേ? പോളിസൊന്നും വേണ്ട. പൊയ്ക്കോ 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 പൊയ്ക്കോ. ഇത് വേണം 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 വേണം. എനിക്ക് വേണ്ട. വേണം. എനിക്ക് വേണ്ട. വേണം.
എനിക്ക് വേണ്ട. വേണം, ഇത് മതി. എനിക്കെന്റെ പൈസ വലുത്. അയ്യോ അങ്ങനെ പറയല്ലേ സാറേ, എല്ലാവരും ഒന്ന് ഉത്സാഹിച്ച് നമുക്ക് ഇപ്പൊ ഞാൻ അടങ്ങിയിരിക്കാം. കമലാക്ഷി, കുടുംബത്തിന് നല്ലത് വരാൻ വേണ്ടിട്ട് കമലാക്ഷി അടങ്ങിയിരിക്കാൻ. ഒരംഗം കുറഞ്ഞാൽ എന്താ 5 കോടി കിട്ടത്തില്ലയോ? നീ എന്റെ കള്ളയപ്പ് സ്ഥിരമായിട്ട് ഇട്ടിട്ടുണ്ടല്ലോടി. കമലാക്ഷി അടങ്ങിയിരിക്കണി. ചായ എടുക്കാം. അല്ലേ രാമേന്ദ്ര, നീ എന്തിനാ ഒപ്പിട്ട് കൊടുത്തത്? ഫാമിലിയുടെ കാര്യമല്ലോടാ. ഞാൻ വിചാരിച്ച എല്ലാവരോടും പറഞ്ഞപ്പം നല്ലതാണ്, ഞാനങ്ങ് ഒപ്പിട്ട് കൊടുത്തു. അത് മാത്രമല്ല, എല്ലാ മാസവും ഒരു പെൻഷൻ തുക ഉണ്ടാകാൻ തോന്നുന്നു. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഫിലിപ്പിന് സംഭവിച്ചത് നിനക്ക് ഓർമ്മയില്ലയോ? അവനെന്തുവാ, പെൻഷനായി 2 വർഷം കഴിഞ്ഞപ്പോൾ അറ്റാക്ക് വന്നങ്ങ് മരിച്ചു. മനുഷ്യൻ്റെ കാര്യമില്ലേ? അവൻ അറ്റാക്ക് വന്ന് മരിച്ചതല്ല, പിന്നെ അവനെ കൊന്നതാ. ആര്? അവൻ്റെ ഫാമിലി, അവൻ്റെ ഭാര്യയും പിള്ളേരും. ഭാര്യയും പിള്ളേരും? നീ എന്തുകൂടെ പറയുന്നേ? എടാ, നീ ഇപ്പോൾ എടുത്ത പോലൊരു പോളിസി അവൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, 5 കോടിയുടെ. ആ കാശ് കിട്ടാൻ വേണ്ടി അവൻ്റെ ഭാര്യയും പിള്ളേരും ചേർന്നേ അവനെ തീർത്തതാ. അല്ലടാ, പോസ്റ്റ്മോർട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്തതാരാ? അവൻ്റെ മോൻ്റെ കൂട്ടുകാരനല്ലേ, അങ്ങനല്ലേ വരൂ. അപ്പോൾ അറ്റാക്ക് അല്ലായിരുന്നോ? അറ്റാക്കായിരുന്നു, വെറും അറ്റാക്കല്ല, ഫാമിലി അറ്റാക്ക്. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. നീ ഇപ്പോൾ എടുത്ത പോലൊരു പോളിസി അവൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, 5 കോടിയുടെ. ആ കാശ് കിട്ടാൻ വേണ്ടി അവൻ്റെ ഭാര്യയും പിള്ളേരും ചേർന്നേ അവനെ തീർത്തതാ. നീ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. അതെ, ഇവിടെ ഇരിക്കുമായിരുന്നോ? ചായ എടുക്കട്ടെ? ഇനി 5 കോടി എനിക്ക് സ്വന്തം. അയാടെ കട്ട പോക. ചേട്ടാ, ചായ. ചായ കുടി ചേട്ടാ. കുടിക്ക്. അഞ്ച് കോടി, 5 കോടി, അതെനിക്ക് സ്വന്തം, എനിക്ക് സ്വന്തം. ചായ എടുക്കട്ടെ എന്ന്. എനിക്ക് ചായ വേണ്ട, കാപ്പിയും വേണ്ട, ഈ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട. അതെന്താ? എനിക്ക് വേണ്ട. ഹേ, അത്രേ ഉള്ളു കാര്യം. എന്താ എന്തോന്നും വേണ്ടാത്തേ? ഞാൻ ഓച്ചിറ അമ്പലത്തിൽ കുറച്ച് നാൾ ഭജന ഇരിക്കാൻ പോവാം. അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് ആഹാരം കഴിച്ചോളാം. വീട്ടിൽ ആഹാരം എന്തായാലും വേണ്ട എനിക്ക്. എന്ന് ഞാനും വരാം. ആ, അതാകുമ്പോൾ കടലിലോട്ട് വലിച്ചങ്ങ് ഇട്ടാൽ മതിയല്ലോ. അതാകുമ്പോൾ തെളിവില്ലാതെ കേസ് അവസാനിപ്പിക്കാമല്ലോ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 5 വർഷം കഴിഞ്ഞ് 5 കോടി കിട്ടുമെന്നാണല്ലോ പറഞ്ഞേ. ഈ 5 കോടി പിടുത്തം എല്ലാം കഴിഞ്ഞിട്ടാണോ കിട്ടുന്നത്, അതോ പിടുത്തം കാണുമോ? ഇല്ലടി, 5 കോടിയും കിട്ടും. അങ്ങനെയാണെങ്കിലേ അതിൽ നിന്നൊരു 2, 2.5, 3 കോടി രൂപ എൻ്റെ പേരിലോട്ടാക്കണേ. എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. 3 കോടിയില്ലേ? തരാം. മിക്കവാറും തള്ളയമ്മക്കളോട് എൻ്റെ മണ്ടയ്ക്ക് കോടി ഇടും. ഏട്ടാ, ശരിക്കും ഈ നോമിനി വെച്ചേക്കുന്നത് എന്നെയാണോ? ചത്തുപോയ നിൻ്റെ തന്ത ഞാൻ നോമിനി വെച്ചേക്കുന്നത്. അച്ഛനെയോ? മരിച്ചുപോയാലൊക്കെ നോമിനി വെക്കാൻ പറ്റുമോ? ആ, ചാവാൻ പോകുന്നതിന് പോളിസി എടുക്കാൻ പിന്നെ ചത്തുപോയതിനെ നോമിനി വെച്ചൂടെ? എങ്കിൽ ഞാൻ അമ്മയെ വിളിച്ച് പറയട്ടെ. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. വിഷം വെച്ച് കൊല്ലാത്തത് എൻ്റെ ഭാഗ്യം.
ജലപാനം ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കത്തില്ല. ഇന്ന് അവൾ ചായയെ വിഷം തരും, നാളെ ആഹാരത്തിൽ. മരണം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇനി ഇവിടെ ഞാൻ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. എൻ്റെ കൃഷ്ണ, എന്തോ നീ എങ്ങോട്ടാ കട്ടിലൊക്കെ കിടന്നേ? താനൊക്കെ ഭയങ്കര ചൂട്. ഇവിടെ ആകുമ്പോൾ തണുപ്പുണ്ടല്ലോ, അങ്ങോട്ട് വന്ന് കിടന്നേ. അവൻ തണുപ്പ്. ഞാനിവിടെ ഇന്നാ ശരിയാവത്തില്ല. എന്തോ കാണിക്കുന്നത്? ഞാൻ പോവാടാ, ഞാൻ പോവാ. അച്ഛനിപ്പോ എവിടെ പോവാ? ഞാൻ പാഗ്രമാമന്റെ വീട്ടിൽ പോവാ. അപ്പൊ വല്ല വീട്ടിലെന്തിനാ ഇപ്പൊ പോന്നെ? ലൗലോലിക്ക പറിച്ച് തിന്നാന്. എനിക്ക് എന്റെ ജീവനിൽ കൊതിയുണ്ട്. കാണിച്ചു തരണ. അച്ഛൻ എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടെത്തിക്കാം. എന്തോ നീ പറഞ്ഞേ? അച്ഛൻ പോയി വണ്ടേ കയറ്, എത്തേണ്ടടുത്ത് ഞാൻ കൊണ്ടെത്തിക്കാം. പരലോകത്ത് പോയി കയറച്ച പുല്ല്. ഞാൻ പോകുന്നില്ല. അച്ഛൻ എന്താ പറ്റി? ടെൻഷൻ പറ്റി പൊട്ടായോ? അയ്യോ ചെന്നോറ്റി, ഇതെന്തോ മറന്നേ? അത് പുതിയ ഫേഷ്യൽ പൗഡർ ആയിരുന്നു വെച്ചാൽ ഗ്ലാമർ കൂട്ടാന്. ഓഹോ, എല്ലാം കൂടെ ഫാമിലി അറ്റാക്കിന് ഇറങ്ങിയേക്കുമല്ലേ? തള്ള വിഷം കലക്കുന്നു, മോൻ ശൂലം വെക്കുന്നു. നീ എന്തൊടി സ്വന്തം തന്ത എത്ത് കിടക്കുമ്പോ എങ്ങനെ പൗഡർ വെച്ച് കിടക്കുന്നെന്ന് കാണിച്ച ഡെമോയാന്നോടി ഇത്? അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ പറയുന്നതിനെ തെറ്റുള്ളില്ലേ? അതെ അച്ഛൻ. അയ്യോ എന്നെ കൊല്ലല്ലേ, അയ്യോ എന്നെ കൊല്ലല്ലേ. 5 കോടി എനിക്ക് താ. തരത്തില്ലടി, ഞാൻ നിനക്ക് 5 കോടി തരത്തില്ല. നീ അങ്ങനെ എന്റെ പൈസ കൊണ്ടുവന്ന് തിന്നണ്ടാടി. കൊല്ലല്ലേ എന്നെ. ഞാൻ കഷ്ടപ്പെട്ട പൈസയല്ലോടി, നിനക്കെന്തിനാടി അത്? തരാനാ പറഞ്ഞത്, തരാൻ. ഇല്ലടി, ഞാൻ തരത്തില്ല. ഇല്ലടി, ഞാൻ തരത്തില്ലടി. ഒരു ഉമ്മയെങ്കിലും താ. ഇല്ലടി, എനിക്ക് വേണോടി എന്റെ 5 കോടി. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ അല്ലൂടി, നിനക്ക് എന്തിനാടി പട്ടിക? ഞാൻ തരത്തില്ലടി. കൊല്ലല്ലേ, കൊല്ലല്ലേ, എന്തുവാ എന്തുവാ? നീ എന്തിനടി എന്നെ കൊല്ലാൻ നോക്കിയേ? കൊല്ലാൻ നോക്കിയില്ലല്ലോ. പിന്നെ എന്തിനടി ഈ പാദയാത്രയ്ക്ക്? ഞാനൊരു ഉമ്മാരാ നോക്കിയല്ലേ. പാദയാത്രയിലാണ് ഉമ്മ ഇരുന്നത്. പിന്നെ പട്ടപ്പകല് പിള്ളേരെ മുന്നേ ചുമ്മാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റ. നീ 5 കോടിക്ക് വേണ്ടി എന്നെ കൊല്ലുപടി ദുഷ്ടൻ. നിങ്ങൾക്ക് എന്താ? നിങ്ങൾ വന്നേ. വെള്ളം വല്ലതും വേണോ? ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. ഇനി ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോവാ. നടക്കാനോ? അല്ല, മരണഭയം. എന്ത് എന്തോ ഇത്? ഉമ്മ കൊടുക്കാൻ പറ്റത്തില്ല. എന്തോ ഇത്? പോട്ടെ, നല്ല എടുത്തോട്ടെ. ഇപ്പൊ കിട്ടുമ്പോൾ പഠിച്ചോളൂ. മോനെ, എന്താ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നേ? എന്തോ പ്രശ്നം? അമ്മയോട് പറ. അമ്മേ, എനിക്ക് വീട്ടിലാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. അവർക്കെൻ്റെ പൈസ മാത്രം മതിയെന്ന് തോന്നുന്നു അമ്മേ. പൈസയ്ക്ക് വേണ്ടി അവരെന്നെ കൊല്ലാൻ പോകുന്ന പോലെ എനിക്കങ്ങ് തോന്നുന്നു അമ്മേ. അയ്യോ, സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നോ പൈസയ്ക്ക് വേണ്ടി? എൻ്റെ ദൈവമേ. എനിക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ അമ്മേ. മോനൊരു കാര്യം ചെയ്. മോൻ ഇവിടെ നിൽക്ക്. എത്ര കാലം വേണമെങ്കിലും നീ എൻ്റെ കൂടെ നിൽക്ക്. നിൻ്റെ അമ്മയല്ലോടാ ഞാൻ. എൻ്റെ സ്നേഹം എപ്പോഴും മോന് കാണും. അമ്മേ, ഞാനിനി എന്തോ അമ്മേ ചെയ്യണ്ടേ? മോനെ, അന്നേ മോനോട് ഞാൻ പറഞ്ഞതാ അവളെ കെട്ടണ്ടാന്ന്. ഇപ്പം എന്തായി? ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ആയില്ല. അനുഭവിക്കുമോ, അത്ര തന്നെ. അമ്മേ, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. എൻ്റെ പോളിസിയുടെ നോമിനിയായിട്ട് ഞാൻ എൻ്റെ അമ്മയെ വെച്ചോട്ടെ. മോനെ, വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അമ്മയോട് മോന് വിശ്വാസം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ചോ. എന്നും അമ്മ നിൻ്റെ കൂടെ കാണും. എന്നാൽ പിന്നെ അമ്മ ഈ പേപ്പറിലോട്ടൊന്ന് ഒപ്പിട്ടെ. മോനൊരു കാര്യം ചെയ്. മോനെ, ഒന്ന് പോയി കുളിച്ചൊന്ന് ഫ്രഷായി വാ. അമ്മ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മക്കൾക്ക് കഴിക്കാം. ചെല്ല്.
മോനെ, എന്തോ അമ്മേ? അല്ല മോനെ, എത്ര രൂപയുടെ പോളിസി എടുത്തേക്കുന്നേ? 5 കോടി. 5 കോടിയോ? മോനെ, മക്കളുടെ കാലും കൈയും തളർന്നു കിടന്നിരുന്നാലും ഈ 5 കോടി അമ്മയ്ക്ക് കിട്ടുമോ മക്കളെ? കിട്ടൂടാ, 5 കോടി എനിക്ക് കിട്ടൂടാ. കിട്ടുമോ മക്കളെ? കിട്ടുമോ മക്കളെ അമ്മച്ചിക്ക്? അയ്യോ, കിട്ടുമോ? കിട്ടുമോ മക്കളെ അമ്മച്ചിക്ക്? അയ്യോ, കിട്ടുമോ?